ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ഡായേ വിച്ചേ നമ. ഓം സം സരസ്വത്यै നമ. ഓം ഹ്രീം ദുർഗായേ നമ. ഓം ഐം ക്ലീം സൗഹ്രീം ഭദ്രകാളേ നമ. ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ഡായേ വിച്ചേ നമ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ശ്രീമദ് ദേവി ഭാഗവത മാഹാത്മ്യം സ്കന്ദപുരാണത്തിലെ മാനസഖണ്ഡത്തിലെ 5 അധ്യായം 383 ശ്ലോകം പാരായണം മാത്രം. ഓം. ഞാൻ വടശ്ശേരി ഹരിനമ്പൂതിരി. 9048039304 എൻ്റെ ഫോൺ നമ്പർ. ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം ഹ്രീം ദുർഗായേ നമ. ശ്രീ മഹാദേവ്യൈ നമ. ശ്രീമദ് ദേവി ഭാഗവത മാഹാത്മ്യം. ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ഡായേ വിച്ചേ നമ. ഓം. 1-ാം അധ്യായം. ഓം. വിശ്വം സൃഷ്ടിച്ചു കാത്തങ്ങൊടുവിലതു ഹരിക്കാനുമാർ സർഗരക്ഷാ സംഹാരാകാരയാൾ ആർക്കുലകമൊരു കളിപ്പാട്ടമാരപ്പരാഖ്യ പശ്യന്തി മധ്യമാഖ്യ തദനു ഭഗവതീഖ്യാതയാ ബ്രഹ്മമുഖ്യന്മാർക്കും സംപൂജ്യ വാക്കിൽ തെളിവോടമരണം വൈഖരി വർണ്ണരൂപ. നാരായണനെയും മർത്യോത്തമനാം നരനെയുമേ വാണിയെയും വ്യാസനെയും പണിഞ്ഞു ജയമോതിടാം. ഓം. ഓം. വിശ്വം സൃഷ്ടിച്ചു കാത്തങ്ങൊടുവിലതു ഹരിക്കാനുമാർ സർഗരക്ഷാ സംഹാരാകാരയാളാർക്കുലകമൊരു കളിപ്പാട്ടമാരപ്പരാഖ്യ പശ്യന്തി മധ്യമാഖ്യ തദനു ഭഗവതീഖ്യാതയാ ബ്രഹ്മമുഖ്യന്മാർക്കും സംപൂജ്യ വാക്കിൽ തെളിവോടമരണം വൈഖരി വർണ്ണരൂപ. നാരായണനെയും മർത്യോത്തമനാം നരനെയുമേ വാണിയെയും വ്യാസനെയും പണിഞ്ഞ് ജയമോതിടാം. ഋഷികൾ പറഞ്ഞു. ശൗനകാദി മഹർഷിമാർ പറഞ്ഞു. ഉള്ളം കവരുമാറേറെ പുണ്യ സൽക്കഥ ചൊല്ലുവൻ സൂത വാഴുക നീണാൾ വ്യാസശിഷ്യ മഹാമതേ. പാപങ്ങൾ പോക്കും ശ്രീ വിഷ്ണുചരിതം പുണ്യമത്ഭുതം ഭക്തിപൂർവം കേട്ടു ഞങ്ങൾ അവതാര വിശേഷവും ശിവസൽക്കഥയും ഭസ്മരുദ്രാക്ഷചരിതങ്ങളും തന്മാഹാത്മ്യങ്ങളും സേതിഹാസം നീ ചൊന്നു തന്നുതേ. ഉത്തമോത്തമമായി മർത്യർക്കേതും ആയാസമെന്നിയേ ഭുക്തിയും മുക്തിയും സിദ്ധികളും കലിയുഗത്തിലും നൽകും തത്വം കഥിച്ചാലും അത് കേൾക്കാൻ കൊതിക്കയാം. കാൺമീല നിന്നേക്കാൾ മീതെ ആരെയും ശങ്ക തീർക്കുവാൻ സൂതൻ. ഇത് രോമഹർഷണൻ എന്ന സൂതനാണ്. ചോദ്യം നന്നായി മഹാന്മാരെ ചൊൽവൻ ലോകഹിതാർത്ഥമായി. എല്ലാ ശാസ്ത്രത്തിലും വെച്ച് സാരമായുള്ളതിന്നു ഞാൻ. ദേവി ഭാഗവതം നന്നായി കേൾക്കും നാൾ വരെ മാത്രമേ ഊറ്റം കൊള്ളുള്ളൂ തീർത്ഥങ്ങൾ പുരാണങ്ങൾ വ്രതങ്ങളും. ദേവി ഭാഗവതാഖ്യം വെൺമഴു കിട്ടും വരേക്കുമേ പാപക്കാടിൻ കൊടുമുള്ളാൽ ക്ലേശം മർത്യാർക്കു വന്നിടൂ. ദേവി ഭാഗവതോഷസ്സിൻ നാളം നീളും വരേക്കുമേ ദുർനിമിത്ത കൂരിരുട്ട് ബാധിക്കൂ മർത്യരാശിയെ. ഋഷികൾ. സൂത മഹാഭാഗ ചൊന്നാലും പണ്ഡിതോത്തമ എമ്മട്ടിലാണ് പുരാണം കേൾക്കേണ്ടും വിധി എന്തുവാൻ. എത്ര നാൾ കൊണ്ടു കേൾക്കണം പൂജാക്രമവും എന്തുവാൻ. ആരാർ മുമ്പതു കേട്ടേത് ഏതഭീഷ്ടങ്ങൾ അണഞ്ഞതും. സൂതൻ. പരാശരന് വിഷ്ണു അംശമായി പുരാദാശകന്യയിൽ പിറന്ന മുനി നാലാക്കി വേദം ശിഷ്യരോടോതിനാൻ. ഭ്രഷ്ടരും പ്രാത്യരും വേദാനർഹരും സ്ത്രീജനങ്ങളും ദുർബുദ്ധികളും ഔവണ്ണം ധർമ്മമെന്തെന്നറിഞ്ഞിടും. ഏവം ചിന്തിച്ചു ഭഗവാൻ ബാദരായണനാം ഋഷി പുരാണ സംഹിതകളെ ഓർത്താൻ ധർമ്മം വിധിക്കുവാൻ. 18 പുരാണങ്ങൾ നിർമ്മിച്ചു ഭഗവാൻ മുനി പഠിച്ചാൻ എന്നെ അന്നാൾ. ഭാരതാഖ്യാനവും തഥാ അതിൽ ദേവി ഭാഗവതം പുരാണം ഭോഗമോക്ഷദം ഓതിക്കൊടുത്താൻ ജനമേജയന് മുനിതാൻ സ്വയം. പണ്ടച്ഛനാം പരീക്ഷിത്ത് തക്ഷകാഹി കടിച്ചുടൻ മരിക്കയാൽ തദ്ഗതിയെ ഓർത്തു നാൾ 9 നൃപൻ. കേട്ടാൻ വ്യാസമുഖത്താരിൽ നിന്നും ഭാഗവതം ശുഭം വിധി പോലേവം അമ്മൂലോകേശിയെ പൂജ ചെയ്തു താൻ. നവാഹേജ്ഞം ഒഴുമിച്ചിടവേ ദിവ്യരൂപനായി പരീക്ഷിത്താം നൃപൻ ദേവി സാലോക്യം പൂണ്ടു തൽക്ഷണം. പിതാവിൻ ദിവ്യഗതിയെ കണ്ടുടൻ ജനമേജയൻ വ്യാസർഷിയെ സമർപ്പിച്ചു പൂണ്ടാൻ ഉത്തമ നിർവൃതി. 18 പുരാണത്തിൽ വെച്ചും എത്രയും ഉത്തമം ദേവി ഭാഗവതം തന്നെ ധർമ്മകാമാർത്ഥമോക്ഷദം. ദേവി ഭാഗവതം ഭക്തിപൂർവം എന്നും ശ്രവിക്കുകിൽ
ക്ഷിപ്രസിദ്ധി വരും സേവ്യം അതുതാനെന്നുമാകയാൽ നാളോപാതി അതിൽ പാതി മുഹൂർത്തം ക്ഷണനേരമോ ഭക്തിയൊത്തിതു കേട്ടാലും വരാ ദുർഗതി ഏതുമേ. യജ്ഞം തീർത്ഥം വ്രതം ദാനം മറ്റും കൊണ്ടെഴുമാ ഫലം ഒരിക്കലി ഭാഗവതം കേട്ടാലും നരനാർന്നിടും. കൃതാദിയിൽ ധർമ്മമുണ്ട് പലതും കലിയിങ്കലോ പുരാണം കേൾക്കയെന്നല്ലാതില്ല മറ്റൊരു ധർമ്മവും. ധർമാചാരാദിയെല്ലാം വിട്ടാൽ പായുസായമർത്യനെ കലിയിൽ കരകേറ്റാനായി നിർമ്മിച്ചാൻ വ്യാസനി സുധ. അമൃതത്താൽ ഒരാൾ മാത്രം അജരാമരനാവുകിൽ ദേവീ കഥാമൃതം ചേർക്കും അമർത്യത്വം കുലത്തിനും ഇല്ലിതിൽ ദിനമാസാദി നിയമാവലിയൊന്നുമേ. എന്നുമെന്നും നരന്മാർക്ക് പുരാണം സേവ്യമെപ്പോഴും. കന്നിയിൽ ധനുമാസത്തിൽ മീനത്തിൽ മിഥുനത്തിലും വിശേഷാൽ ഫലമുണ്ടാകും നവരാത്രികൾ 4-ലും. മറ്റെല്ലാ പുണ്യകർമ്മത്തിൽ വെച്ചും മുന്തിയതാം ഫലം നവാഹയജ്ഞം മർത്യർക്ക് നൽകും എന്നതു നിശ്ചയം. വേദത്തെ നിന്ദിപ്പവർ മൂഢർ മിത്രദ്രോഹങ്ങളും പാപവുമാചരിപ്പോർ ദുർവൃത്തർ ഹിംസാരതർ നാസ്തികന്മാരേവർക്കുമീ യജ്ഞമണപ്പു ശുദ്ധി. പരസ്വതാരങ്ങളിൽ ആർത്തിയുറ്റോർ ഗോദേവതാ ബ്രാഹ്മണ ഭക്തിയറ്റോർ വൻകൽമഷം പൂണ്ടവരും നവാഹയജ്ഞത്തിനാൽ നിർമ്മലരായി ഭവിക്കും. തീർത്ഥാടനം ഘോര തപോവ്രതങ്ങൾ ജപങ്ങൾ ദാനങ്ങൾ മഖങ്ങൾ കൊണ്ടും ഹോമാദി കൊണ്ടും ലഭിയാത്ത കാര്യം നവാഹയജ്ഞം സുതരാമണപ്പൂ. ആ ഗംഗ കാശി മധുര ഗയാദി സ്ഥലങ്ങളും നൈമിഷ പുഷ്കരങ്ങളും പെട്ടെന്നു ദേവീമഖമെന്ന പോൽ സംശുദ്ധീകരിക്കില്ല ബദര്യരണ്യവും. ഏവം ദേവീ ഭാഗവതം പുരാണം ശ്രേഷ്ഠമേതിലും ധർമാർത്ഥ കാമ മോക്ഷങ്ങൾക്കെല്ലാം ഉത്തമ സാധനം. ആശ്വിനത്തിൽ കന്നിരാശിങ്കൽ സൂര്യൻ ചരിക്കവേ ശുക്ലാഷ്ടമിക്ക് ഈ ഗ്രന്ഥത്തെ സ്വർണസിംഹാസനോപരി വിധിപൂർവം വെച്ച് പൂജിച്ച് അത് ഭക്തി പുരസ്സരം വിപ്രശ്രേഷ്ഠൻ നേകി എന്നാൽ സിദ്ധിക്കും ദേവി തൻ പദം. ദേവീ ഭാഗവതത്തിങ്കൽ ഒറ്റ ശ്ലോകം തദർത്ഥമോ ഭക്തിയാ നിത്യം പഠിക്കുന്നോൻ ദേവീ പ്രീതിക്കു പാത്രമാം. മഹാമാരികളും ഭൂകമ്പാദിയാം ദുർനിമിത്തവും ഘോരഭീതികളും പാടെ കേട്ടാൽ തന്നെ നശിച്ചുപോം. ബാലഗ്രഹകൃതം ഭീയും ഭൂതപ്രേതാദിഭീതിയും ദേവീ ഭാഗവതം കേട്ടാൽ തന്നെ ദൂരം പറന്നുപോം. ദേവീ ഭാഗവതം നിത്യം ഭക്തിയൊത്തു പഠിക്കയോ കേൾക്കയോ ചെയ്തിടും മർത്യൻ നേടുന്നു ചതുരർത്ഥവും. പ്രസേനനെ തേടി വൈകിപ്പോയ തൻ പ്രിയപുത്രനെ കൃഷ്ണനെ പൂണ്ടു മോദിച്ചു വസുദേവൻ ഇതൊന്നിനാൽ. ഭക്തിയാ ശ്രീമൽ ഭാഗവതം ഇത് നിത്യം പഠിപ്പവൻ ഭക്തിയാ കേൾപ്പവനും നേടും ഭുക്തിയും മുക്തിയും ധ്രുവം. അപുത്രൻ പുത്രവാനാവും ദരിദ്രൻ ധനവാനുമാം രോഗിക്കു രോഗവും മാറും ശ്രേഷ്ഠമാം ഇതു കേൾക്കുകിൽ. വന്ധ്യയാം നാരിയും കാകവന്ധ്യയും മൃതവത്സയം ഈ പുരാണം കേൾക്കിൽ നേടും ആയുസേറുന്ന പുത്രനെ. ഏതു ഗേഹത്തിൽ ഈ ഗ്രന്ഥം പൂജിക്കപ്പെടുമോ സദാ ആ ഗേഹമങ്ങു വാഴ്വോർക്ക് പുണ്യതീർത്ഥത്തോടൊത്തിടും. അഷ്ടമിക്കോ നവമി നാളായിട്ടോ 14-ലോ പഠിക്കയോ കേൾക്കുകയോ ചെയ്താൽ തൽ സിദ്ധിയാർന്നിടും. പഠിക്കൽ വിപ്രൻ നിഗമജ്ഞമുഖ്യനാം ക്ഷത്രോത്ഭവൻ മന്നിനു നാഥനായി വരും. വൈശ്യൻ മഹൈശ്വര്യ സമൃദ്ധിമാനാം ശൂദ്രൻ ശ്രവിക്കൽ സ്വകുലത്തിൽ മുമ്പനാം. ശ്രീ സ്കന്ദപുരാണത്തിലെ മാനസഖണ്ഡത്തിലെ ദേവീ ഭാഗവത മഹാത്മ്യം 1-ാം അധ്യായം 50 ശ്ലോകം സമാപ്തം. 383 ശ്ലോകങ്ങളാണ് 5 അധ്യായങ്ങളിലായിട്ട് ഉള്ളത്. ഇനി 2-ാമത്തെ അധ്യായം. ശൗനകാദി ഋഷികൾ ഓം മഹാത്മാവാം ശൗരസേനീ മകനെ പൂണ്ടതെങ്ങനെ കൃഷ്ണൻ പ്രസേനനെ തേടി എങ്ങ് എവ്വണ്ണം തിരഞ്ഞതും എവ്വണ്ണമാരു വായിച്ചത് ആ ദേവീ ഭാഗവതം മുനെ വസുദേവൻ കേട്ടതോതിയാലും അക്കഥ സൂതനീ. കൃഷ്ണന്റെ അച്ഛനായിട്ടുള്ള വസുദേവര് കേട്ടതായിട്ടുള്ള ഭാഗവതം എനിക്കും കേൾക്കണമെന്ന് പറയുകയാണ് ഋഷികൾ. ഞങ്ങൾക്ക് എന്നർത്ഥം. സൂതൻ ഭോജവംശീയനാം സത്രാജിത്ത ദ്വാരകയിൽ സുഖം പൂജിച്ചു വാണാൻ ശ്രീ സൂര്യഭക്തനായുറ്റമിത്രമായി. ഏതാൻ കാലം കൊണ്ട് അവൻ തൻ ഭക്തിപ്രേമങ്ങളാൽ ഇനൻ പ്രസന്നനായി സ്വലോകത്തെ സത്രാജിത്തിനു കാട്ടിനാൻ. സ്യമന്തക കഥ വിസ്തരിച്ച് പറയാണ്. സ്യമന്തകാഖ്യം മണിയും പ്രീതനായി നൽകി ഭാനുമാൻ തൻ കഴുത്തിൽ അതും കെട്ടിത്തിരിച്ചാൻ ദ്വാരകയ്ക്കവൻ. ആ തേജസ്സാശു കണ്ടമ്പരന്നാർന്നു പുരവാസികൾ. തേജസ്സാശു കണ്ടമ്പരപ്പാർന്നു പുരവാസികൾ. സഭാമധ്യസ്ഥനാം കൃഷ്ണൻ തന്നെ പോയി കണ്ടുണർത്തിനാർ. നിന്നെ കാണാനിതാ സൂര്യൻ വരുന്നുണ്ട് ജഗൽപദേ. അതു കേട്ടു ചിരിച്ചോതി സഭയിൽ കൃഷ്ണൻ ഇങ്ങനെ. സൂര്യനല്ലിങ്ങു പോരുന്നോൻ സത്രാജിത്താണ് സൂര്യനാൽ ദത്തം സ്യമന്തകമണി പ്രഭയാണതു മൂഢരെ.
പരുത്തി വിപ്രരെ പൂജ ചെയ്തുടൻ സ്വസ്തി വാക്കൊടും സത്രാജിത്ത ശ്രേഷ്ഠരത്നം സ്വഗൃഹത്തിൽ കരേറ്റിനാൻ. ആ രത്നമുള്ളടം മാരി ഭൂകമ്പാതി ഹരേ, ആ രത്നമുള്ളടം മാരി ഭൂകമ്പാതി ഭയങ്ങളോ ദുർഭിക്ഷമോ വരില്ല. 8 ഭാരം പൊന്നെന്നുമേകിടും. സത്രാജിത്തിൻ അനുജനാം പ്രസേനൻ ഒരു നാൾ സ്വയം കഴുത്തിൽ മണിയും തൂക്കി ഒരു സിന്ധുഹയോപരി വേട്ടയ്ക്കു കാട്ടിൽ ചെന്നപ്പോൾ കണ്ടാൻ ഒരു മൃഗാധിപൻ. അശ്വമൊത്ത് അവനെ കൊന്ന് ആ മണിയും കൊണ്ടു കേസരി പോകവേ വാനരശ്രേഷ്ഠൻ ജാമ്പവാൻ കണ്ടു വീര്യവാൻ. സിംഹത്തെ കൊന്നു രത്നം പൂണ്ടവൻ പുക്കാൻ ഗുഹാന്തരം. സ്വപുത്രനു കളിക്കാനാ രത്നമേകി കവീശ്വരൻ. മിന്നുമാ രത്നവും കൈക്കൊണ്ട ബാലൻ ലീലയാടിനാൻ. തിരിച്ച് അനുജനെത്താഞ്ഞു സത്രാജിത്താണ്ടിതാധിയിൽ. രത്നലോഭം കൊണ്ട് അവനെ വല്ലോരും കൊന്നുവിട്ടിതോ. രത്നത്തിൻ കൊതിയാൽ കൊന്നു നൂനം കൃഷ്ണൻ പ്രസേനനെ എന്ന് കർണാകർണികയാ നാടെങ്ങും കിംവദന്തിയായി. അകീർത്തികരമാ വാർത്തയെത്തി കൃഷ്ണനടുക്കലും. അതുപോക്കാൻ നാട്ടുകാരൊത്തിറങ്ങി. മധുസൂദനൻ പ്രസേനനെ കണ്ട് കാട്ടിൽ സിംഹം കൊന്നിട്ടതായി തഥാ. ചോരച്ചോടും പിടിച്ചാശു തേടി കൃഷ്ണൻ മൃഗേന്ദ്രനെ. ഗുഹയ്ക്കടുത്ത സിംഹത്തെ ഹതനായത കാൺകയാൽ ഭഗവാൻ നാട്ടുകാരോട് ചൊന്നാനേവൻ കൃപാർദ്രനായി. ഇങ്ങുതാൻ നിങ്ങൾ നിന്നാലും ഞാൻ തിരിച്ചു വരും വരെ കടക്കുവൻ ഞാൻ ആ രത്നം തേടിത്താനി ഗുഹയ്ക്കകം. സമ്മതം മൂളി നാട്ടാരാ സ്ഥലിയിൽ തന്നെ നിൽക്കവേ കടന്നു ജാമ്പവാൻ വാഴും ആ ഗുഹയ്ക്കുള്ളിൽ മാധവൻ. കയ്യിൽ രത്നവുമായി കണ്ടാൻ കൃഷ്ണനെ കൊച്ചുമൊച്ചയെ. അതു തട്ടാൻ നോക്കി കൃഷ്ണൻ കരഞ്ഞാൽ ധാത്രി പേടിയാൽ. വിളിക്കുവന്നാന ശബ്ദം കേട്ടു വാനരനായകൻ കൃഷ്ണനോടടരായി. പിന്നെ രാപ്പകൽ ഭേദമെന്നിയേ 27 നാളേവം അവർ തമ്മിൽ നടന്നു പോർ. കൃഷ്ണനെയും കാത്തിരുന്നാർ ഗുഹാദ്വാരത്തിൽ നാട്ടുകാർ. 12 നാൾ പിന്നെ അവർ പേടിയാൽ നാടുപോകിനാർ. അങ്ങ് ചെന്നോതിനാർ ആദ്യം തൊട്ട് വാർത്തകളൊക്കെയും. വാണാർ ശോകത്തോടും സത്രാജിത്തിനെയും ശപിച്ചവർ. മഹാത്മാവാം ശൗരസേനി കൃഷ്ണൻ തൻ വാർത്ത കേൾക്കവേ പല പരിവാരങ്ങളൊത്തേറും അഴലാൽ മൂർച്ഛയാണ്ടുടൻ. നന്മയം മട്ട് അണയും എന്നോർത്തു നോക്കി പലേതുമായി. ബ്രഹ്മലോകത്തിൽ നിന്നപ്പോൾ എത്തിനാനങ്ങു നാരദൻ. എഴുന്നേറ്റാശു കുമ്പിട്ടു പൂജിച്ചു വസുദേവരും. ചോദിച്ചു കുശലം പിന്നെ ആ യദുശ്രേഷ്ഠനോടുടൻ. ആരാഞ്ഞു നാരദമുനി എന്തേ ശോകം കഥിക്ക നീ. പ്രസേനനെ തേടി എൻ്റെ കൃഷ്ണനാം അരുമസുതൻ പൗരരോടൊത്തുപോയി കാട്ടിൽ അവനെ കണ്ടു കൊന്നതായി. ഹരേ, തൽഘാതകൻ ഹരിയെയും ചത്തുകണ്ടാൽ ഗുഹാന്തികം. അങ്ങു പൗരരെയും നിർത്തി കടന്നാനുള്ളിലൻ മകൻ. ദിനമൊട്ടേറെയായി ഇന്നും അടങ്ങിയിട്ടില്ല മത്സുതൻ. അതിനാൽ കേൾകയാം ചൊൽക കാൺമതെങ്ങനെ കുഞ്ഞിനെ. നാരദൻ പുത്രാപ്തിക്ക് യദുശ്രേഷ്ഠ ദേവിയെ പൂജ ചെയ്യണം. തദാരാധനയാലുണ്ടാം നന്മ പെട്ടെന്നു നിശ്ചയം. വസുദേവൻ ആ മഹേശ്വരി ആര്, എന്ത് തൻ മാഹാത്മ്യങ്ങളും മുനെ. ദേവർഷേ സദയം ചൊൽക പൂജിക്കേണ്ടതുമെങ്ങനെ. മഹാദേവിയുടെ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഭാഗത്തെ പറയണു. നാരദൻ വസുദേവൻ ആ മഹേശ്വരി ആര്, എന്ത് തൻ മാഹാത്മ്യങ്ങളും മുനെ. ദേവർഷേ സദയം ചൊൽക പൂജിക്കേണ്ടതുമെങ്ങനെ. നാരദൻ വസുദേവ മഹാഭാഗ ചൊൽവൻ സംക്ഷേപമായി ഞാൻ. അതുല്യമാമം മാഹാത്മ്യം ശക്തനാർ വിസ്തരിക്കുവാൻ. ആർ നിത്യയാം ഭഗവതി സച്ചിദാനന്ദരൂപിണി. ആർ പരാൽപരയാം ദേവി ആരീ ലോകം നിറഞ്ഞവൾ. ഈ ചരാചരമാരെ പൂജിച്ചു സൃഷ്ടിപ്പൂ നാൻ മുഖൻ. ആരെ വാഴ്ത്തിയിട്ടു മധുകൈടഭീ മുക്തനായതും. ആരു തൻ കൃപയാൽ വിഷ്ണു വിശ്വം കാത്തുവരുന്നതും. രുദ്രനാർത്തൻ കടക്കണ്ണിൻ കൃപയാൽ സംഹരിപ്പതും. ആരി സംസാരബന്ധത്തെ തീർപ്പോളാ മുക്തിദായിനി. പരാവിദ്യ പരാശക്തി അവൾ സർവേശ്വരേശ്വരി. നവരാത്ര വിധാനത്താൽ പൂജിക്ക ജഗദംബയെ. കേൾക്ക ദേവി ഭാഗവതം പകൽ 9 കൊണ്ടു താൻ. പെട്ടെന്നു പുത്രനെ കിട്ടും അത് കേൾക്കേണ്ട താമസം. അതു കേട്ടാൽ പഠിച്ചാലും കയ്യാളാം മുക്തിയും. ഏവമോതും നാരദനെ കുമ്പിട്ടുൾ പ്രീതി വായ്പൊടും. ആ മുനിശ്രേഷ്ഠനോടേവം ഓതിനാൻ വസുദേവൻ. ഭഗവൻ നിൻ ചൊല്ലിനാൽ ഇങ്ങോർമ്മയായി കേൾക്ക ചൊല്ലുവൻ. ദേവി മഹത്വത്താൽ വന്നു ചേർന്നോരൻ പൂർവ്വവാർത്തയെ. 8-മൻ ദേവകി പുത്രൻ കൊല്ലും എന്ന ശരീരിയാൽ പേടിച്ചു പാപിയാം കംസനിട്ടാൻ ജയിലിങ്കൽ ഞങ്ങളെ. ഭാര്യ ദേവകിയോടൊത്തു പാർത്തു കാരാലയത്തിൽ ഞാൻ. പാപി കൊന്നാൻ അപ്പപ്പോൾ ഉണ്ടായ പുത്രരെ.
മക്കളാർ ഈ വിധം കൊല്ലപ്പെട്ടു കണ്ടേറും അത്തലാൽ ശുദ്ധയാം ദേവകി ദേവി കരഞ്ഞാൾ ദിനരാത്രവും. പിന്നെ ഞാൻ ഗർഗമുനിയെ വരുത്തി പ്രണമിച്ചുടൻ ഉണർത്തി ദേവകി ദുഃഖം ചൊന്നാൻ. പുത്രേച്ഛ കൊണ്ടു ഞാൻ ഭഗവൻ യാദവന്മാർക്ക് ഗുരുവല്ലോ ഭവാൻ മുനെ. ആയുഷ്മൻ ചൊൽക പുത്രാപ്തിക്കുപായം കരുണാനിധേ. പ്രസന്നനായി ദയാംഭോധി ഗർഗൻ അന്നേരമോദിനാൻ. വസുദേവ മഹാഭാഗ കേട്ടാലും ശ്രേഷ്ഠമാം വഴി. ഭക്തദുർഗാർത്തിയെ പോക്കും ദുർഗയാം ജഗദംബയെ പൂജിക്കിലേകും പെട്ടെന്ന കല്യാണി തവം നന്മകൾ. കാമങ്ങളെല്ലാം എല്ലാരും ആരെ പൂജിച്ചു നേടിയോ ആ ദുർഗയെ പൂജ ചെയ്വോർക്കേതും ദുർലഭമായി വരാ. ഏവമോദം മുനിവരൻ തന്നെ ഞാൻ ഭക്തി വായ്പടും സാമോദം ഭാര്യയൊത്താശു വീണു കൈകൂപ്പിയോദിനാൻ. എന്നിൽ തേ കനിവുണ്ടെങ്കിൽ ഭഗവൻ കരുണാനിധേ മദർത്ഥമച്ചണ്ടിയെ നീ തന്നെ പൂജിക്കുക ആദ്യമായി. ഈ തടങ്കലിൽ നിന്നൊന്നും എനിക്കാവില്ല ചെയ്യുവാൻ. അതിനാൽ അങ്ങു താൻ എന്നെ ശോകാബ്ധിക്കര ചേർക്കണം എന്നോതുമെന്നിൽ അലിവാർന്നോദിനാൻ മുനി പുങ്കവൻ. വസുദേവാഹിതം ചെയ്വൻ നിന്നിൽ മേ പ്രീതി വായിക്കയാൽ. ഗർഗമഹർഷി പൂജ ചെയ്തു. ദേവി ഭാഗവതം മുഴുവൻ പാരായണം ചെയ്തു. ഞാൻ അർത്ഥിക്കുകയാൽ പിന്നെ ദുർഗതൻ പൂജനത്തിനായി വിപ്രന്മാരൊത്തു വിന്ധ്യാദ്രിങ്കൽ ചെന്നാൻ മുനീശ്വരൻ. അങ്ങു ചെന്ന ഭക്തഹിതമണയ്ക്കും ജഗദംബയെ പൂജിച്ചു ഗർഗൻ ജപപാരായണങ്ങളോടും മുനേ. പിന്നെയുണ്ടായി വ്രത സമാപ്തിങ്കൽ വാക്കശരീരിണി പ്രസാദിച്ച് നിന്നിൽ ഞാൻ നിൻ കാര്യം സാധിച്ചിടും മുനേ. ഭൂഭാരം തീർക്കുവാൻ എൻ്റെ ചൊല്ലാൽ സ്വാംശത്തിനാൽ ഹരി പിറക്കും അദ്ദേവകിയിൽ വസുദേവനു പുത്രനായി. കംസഭീയാൽ കുഞ്ഞിനെയുമെടുത്താനകതുന്തുഭി കൊണ്ടാക്കും നന്ദഗേഹത്തിൽ ഗോകുലത്തിൽ അതേ ക്ഷണം യശോദ പെറ്റു മകളെ സ്വഗൃഹത്തിൽ നയിച്ചുടൻ. കംസനേകം അവൻ പാറയ്ക്കടിക്കും കൊല്ലുവാൻ മുനേ. കയ്യിൽ നിന്നും വഴുതി എൻ അംശമാമവൾ വിന്ധ്യനിൽ ദിവ്യരൂപം പൂണ്ടണഞ്ഞ് മണ്ണിൽ ഹിതമണച്ചിടും. നന്ദജാദേവിയാണ് നന്ദഗോപന്റെ മകളായിട്ട് പിറന്ന നന്ദജ ഭദ്രകാളിയാണ്. അവതാരാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഭാവിയിൽ സംഭവിക്കും. ഞാൻ തന്നെയാണ് നന്ദജ. കലികാലത്തിൽ രക്ഷിക്കുന്നത് നന്ദജയാണ്. ഏവമാ വാക്കു കേട്ടപ്പോൾ നമിച്ചു ജഗദംബയെ ഗർഗൻ സന്തുഷ്ടനായി വന്നാൻ മധുരാപുരിയിൽ ദ്രുതം. ഗർഗാചാര്യൻ ചൊന്ന ദേവി വരദാനം ശ്രവിച്ചു ഞാൻ. സംപ്രീതനായി ഭാര്യയൊത്തു മുങ്ങി ആമോദ സിന്ധുവിൽ. അന്നു തൊട്ടോർപ്പു ഞാൻ ദേവി മഹാത്മ്യം ശ്രേഷ്ഠമെന്നതായി. ദേവർഷേ നിൻ മുഖത്താരിൽ നിന്നും ഇന്നതു കേട്ടു ഞാൻ. ദേവി ഭാഗവതം നീ താൻ ചൊല്ലി കേൾപ്പിക്കണം പ്രഭോ. എൻ്റെ ഭാഗ്യം കൊണ്ടണഞ്ഞു നീ എന്നിങ്ങുദയാനിധേ. ശ്രീ മഹാദേവ്യൈ നമ. വസുദേവോക്തിയാൽ പ്രീതചിത്തനായി മുനി നാരദൻ കഥാരംഭം ചെയ്തു. പിന്നെ നല്ല നക്ഷത്ര നാളിലായി ജപിച്ചാർ വിഘ്നനാശാർത്ഥം വിപ്രേന്ദ്രന്മാർ നവാക്ഷരം. ദുർഗാ സപ്തശതീ സ്തോത്രപാഠവും ചെയ്തിദേവരും. അപ്പം നാരദൻ അവിടെ ദേവി ഭാഗവതം പാരായണം ചെയ്തു. പിന്നെ ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായ വിച്ചേ നമ എന്ന നവാക്ഷരം പാരായണം ചെയ്തു, അല്ലെങ്കിൽ ജപിച്ചു. അതേപോലെ ദുർഗാ സപ്തശതി എന്ന ഈ ദേവി മഹാത്മ്യം 13 അധ്യായം അതിൻ്റെ പൂർവവും ഉത്തരവും പാരായണം ചെയ്തു. പിന്നെ 12 ദിവസത്തെ ദേവി പൂജയും ദുർഗാ പൂജയും ചെയ്തു. ശ്രീനാരദ മുഖത്തിങ്കൽ നിന്നും ഭാഗവത അമൃതം ആദ്യ സ്കന്ധം തൊട്ടു കേട്ടേന്ന സാദരം വസുദേവരും. 318 അധ്യായങ്ങളാണ് ഇതിലുള്ളത്. 18,500 ശ്ലോകങ്ങളോളം ഉണ്ട്. 12 സ്കന്ധങ്ങളിലായിട്ട് പറഞ്ഞിരിക്കണം. നാൾ 9 കഥാപൂർത്തിങ്കൽ ഗ്രന്ഥത്തെയും തഥാ നാരദർഷിയെയും ഭക്ത്യാ പൂജിച്ചാനം മഹാശേൻ. ആ ഇടയ്ക്ക ഗുഹയ്ക്കുള്ളിൽ തിമിർക്കും പോർ നടന്നതിൽ കൃഷ്ണമുഷ്ടി പ്രഹരമേറ്റേറ്റം ക്ഷീണിച്ചു ജാമ്പവാൻ. ബോധമുണ്ടായ നേരത്ത് ആ ഭഗവാനെ നമിച്ചുടൻ. ഏവം ഏറും ഭക്തിയോടർത്ഥിച്ചാൻ സ്വാപരാധം പൊറുക്കുവാൻ. അറിഞ്ഞേൻ രാഘവൻ താൻ നീ തവ കോപത്തിലാഴിയും കലങ്ങി ലങ്കയും ചത്തു രാവണൻ കൂട്ടുകാരുടും. രാമൻ താൻ കൃഷ്ണനാമങ്ങുന്ന അങ്ങൻ തെറ്റു പൊറുക്കണം. വേണ്ടതെന്തെന്നോതിയാലും സർവഥാ ഭൃത്യനാണു ഞാൻ. ജാമ്പവാൻ തൻ വാക്കുകേട്ട് ചൊന്നാനേവം ജഗന്മയൻ. രത്നാർത്ഥം താനി ഗുഹയിൽ വന്നേൻ വാനരനായിക. ആ കപീന്ദ്രൻ ജാമ്പവതിയാം തൻ പുത്രിയെയും തഥാ ശ്രേഷ്ഠരത്നത്തെയും നൽകി ഭക്തിയാ പൂജിച്ചു കൃഷ്ണനെ. കഴുത്തില രത്നവും പൂണ്ടവളെയും ഗ്രഹിച്ചവൻ കവീന്ദ്രനോടാജ്ഞ വാങ്ങി ദ്വാരകയ്ക്കെഴുന്നള്ളിനാൻ. ഉദാരനാം ശൗരസേനി കഥ വായിച്ചു തീർന്ന നാൾ വിപ്രന്മാർക്കേകിനാൻ തോഷം ദക്ഷിണാ ഭോജനാദിയാൽ.
വിപ്രര ആശീർവദിക്കുന്ന നേരം താൻ ഭഗവാൻ ഹരി ആ രത്നവും പൂണ്ടണഞ്ഞാൻ അങ്ങ് പത്നി സമേതനായി സഭാരിനായി കൃഷ്ണനെ കണ്ടുടൻ ഹർഷാശ്രുപൂർണരായി വസുദേവാദ്യരെല്ലാരും എന്നാർ നിസ്തുലം സുഖം. വസുദേവരോടും കൃഷ്ണനോടും ചോദിച്ചുകൊണ്ടുടൻ പൂക്കാൻ ബ്രഹ്മാലയം നാരദർഷിയും തുഷ്ടചിത്തനായി. ഹരികഥയിതു പൂക്കും കീർത്തികേട് ആർ ശുചിത്വത്തോടുമിതു പുരുഭക്തിയാ കേൾപ്പവൻ ചൊല്ലിടുന്നോൻ. അവർ ഉലകിൽ അനന്തം സൗഖ്യവും സിദ്ധിയും പൂണ്ടമരും ഒടുവിലെത്തും മുക്തിമാർഗത്തിൽ നൂനം. ശ്രീ സ്കന്ദപുരാണത്തിലെ മാനസഖണ്ഡത്തിലെ ദേവി ഭാഗവത മഹാത്മ്യം 2-ാം അധ്യായം സമാപ്തം. സർവത്ര ശ്രീമദ്ദേവി നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. 3-ാം അധ്യായം. സൂതൻ ദേവി ഭാഗവതത്തിൻ്റെ മഹാത്മ്യം പാടിടുന്നതായി കേട്ടാലും മറ്റൊരു ഇതിഹാസത്തെയും മുനിമുഖ്യരെ. ഇനി സുബ്രഹ്മണ്യൻ പറയുന്നതായിട്ടുള്ള 2 കഥകളാണ്. അഗസ്ത്യനാണ് ശ്രോതാവായിട്ടിരിക്കുന്നത്. നിത്യയാണ്, സച്ചിദാനന്ദരൂപിയാണ് ആ ജഗദംബിക. ഭക്തി മുക്തി തരും സാക്ഷാൽ പ്രത്യക്ഷ വാങ്മയിയായിട്ട് ഭാഗവതത്തിൽ ചേർന്നിരിക്കുന്നു. ആ ഭാഗവതത്തെ കേട്ടുകഴിഞ്ഞാൽ എല്ലാ ദുഃഖ ദുരിതങ്ങളും തീരും, മുക്തിയും കിട്ടും. ലോപാമുദ്രാവരൻ കുംഭയോനിയാം മുനി ഏകദാ സ്കന്ദനെ ചെന്നു കുമ്പിട്ടു ചോദിച്ചാൻ പല സത്കഥ. വ്രതാദിക്കുള്ള ഔത്കൃഷ്ട്യം മുറ്റിടുന്നതായി അനേകം കഥയ ബാഹുലേയൻ മുനിയോടോതിനാൻ. ഗംഗാവാരാണസി മണികർണി തൊട്ടുള്ള തീർത്ഥവും തൻ മഹാത്മ്യങ്ങളും സ്കന്ദൻ വർണ്ണിച്ചു ബഹുവിസ്തരം. എല്ലാം കേട്ടുൾ പ്രീതിയൊത്ത് വീണ്ടും ലോകഹിതാർത്ഥമായി ഭൂരി തേജസ്വിയാം സ്കന്ദനോട് ചോദിച്ചു കുംഭജൻ. അഗസ്ത്യൻ ദേവി ഭാഗവതത്തിൻ്റെ മഹത്വവും ഓതുവാൻ വേണ്ടും ക്രമവും എന്നോട് താരകാരെ കഥിക്കനീ. ദേവി ഭാഗവതാഭിഖ്യം പുരാണം പരമോത്തമം കീർത്തിപ്പതല്ലോ സാക്ഷാൽ ശ്രീദേവിയാം ഭുവനേശിയെ. സ്കന്ദൻ സുബ്രഹ്മണ്യൻ കഥ പറയാണ്. ശ്രീമദ് ഭാഗവത മഹാത്മ്യം വിസ്തരിച്ചോതുവാൻ ഒരാൾ ശക്തനല്ല, അതിനാൽ ബ്രഹ്മൻ ചുരുക്കി ചൊൽവനിന്നു ഞാൻ. ഭാഗവതത്തെ പറയാന്നുള്ള എളുപ്പമല്ല, ഭഗവതിയുടെ മഹിമ പറയാന്ന് പറയുന്നത് എളുപ്പമല്ല. എന്നാലും ഞാൻ പറയാം. നിത്യയായ സച്ചിദാനന്ദരൂപയാം ജഗദംബിക ഭുക്തി മുക്തിദയാം സാക്ഷാൽ ദേവി വാങ്മയ്യായി സദാ വർത്തിപ്പതേതിൽ ഏതോതിയാലും കേൾക്കുകിലും മുനേ സാധിക്കും ഏതുമാ ഗ്രന്ഥം ദേവി ഭാഗവതാഭിധം. വിവസ്വൽ പുത്രനായി ശ്രാദ്ധദേവാഖ്യൻ മനുമന്നവൻ വസിഷ്ഠൻ ചൊൽകയാൽ പണ്ട് പുത്രകാമേഷ്ടി ചെയ്തുപോൽ. അവിടെ വൈവസ്വത മനുവിന് ശ്രദ്ധ എന്ന പത്നി, അതിൽ മക്കളുണ്ടായില്ല. അപ്പോൾ വസിഷ്ഠൻ ഈ പുത്രകാമേഷ്ടിയൊക്കെ ചെയ്ത് അതിൽ പുത്രനുണ്ടായി. പക്ഷേ പുത്രനല്ല ഉണ്ടായത്, ആദ്യം ഉണ്ടായത് പുത്രിയാണ്. അതെന്താ അങ്ങനെ വരാൻ കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ ശ്രദ്ധ പുത്രിയെ വേണം എന്നാണ് ആഗ്രഹിച്ചത്, അതുകൊണ്ടാണ് സംഭവിച്ചതെന്ന് പറഞ്ഞു. എനിക്ക് ആ പുത്രിയെ പുത്രനായിട്ട് കിട്ടണമെന്ന് പറഞ്ഞു. മഹാദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് പുത്രനായിട്ട് മാറ്റി. വീണ്ടും 16 വയസ്സ് കഴിഞ്ഞപ്പോൾ ഇളാവൃതത്തിലെത്തി ആ ഉണ്ണി പുത്രിയാവുന്നു, അതായത് സ്ത്രീ ആയിട്ട് മാറുന്നു. ബുധനെ വിവാഹം കഴിച്ചുകൊണ്ട് അതിൽ പുരൂരവസ് ജനിക്കുന്നു. വീണ്ടും ഈ ആണാവാനുള്ള മോഹം, അങ്ങനെ മഹാദേവനെ കണ്ടു. അപ്പോൾ 1 മാസം ആണും 1 മാസം പെണ്ണുമായിട്ട് മാറി. അത് രാജ്യഭാരം തുടർന്നു. അപ്പോൾ നോക്കുമ്പോൾ 1 മാസം ആണായിട്ടും 1 മാസം പെണ്ണായിട്ടും ആയപ്പോൾ ജനങ്ങൾക്ക് പോലും ഇഷ്ടമില്ലാണ്ടായി. അങ്ങനെ അദ്ദേഹത്തെ ഉപേക്ഷിക്കാൻ നിശ്ചയിക്കുന്നു, അമ്മയെ ഭജിച്ചുകൊണ്ട്. പിന്നീട് സ്ഥിരമായിട്ട് ആണായിട്ട് കുറച്ചു കാലം ഭജിച്ചു, കുറച്ചു കാലം ഭരിച്ചു, അതിനുശേഷം മുക്തി നേടുകയും ചെയ്തു എന്ന ആദ്യത്തെ കഥ. 2 കഥകളാണ് ഈ സുബ്രഹ്മണ്യൻ അഗസ്ത്യ മഹർഷിയോട് പറയണത്. ഓം. വിവസ്വൽ പുത്രനായി ശ്രാദ്ധദേവാഖ്യൻ മനുമന്നവൻ വസിഷ്ഠൻ ചൊൽകയാൽ പണ്ട് പുത്രകാമേഷ്ടി ചെയ്തുപോൽ. ഹോതാവിനോട് തൽ ഭാര്യ അർത്ഥിച്ചാൾ ശ്രദ്ധ എന്നവൾ മകളുണ്ടാകുവാൻ വേണ്ടും ഉപായം ചെയ്യുക നീ മുനെ. ഉള്ളാൽ ചിന്തിച്ചു ഹോതാവ് കന്യാർത്ഥം ചെയ്തിതാഹുതി. ഹോമം തെറ്റിക്കയാലുണ്ടായി ഇള എന്നൊരു കന്യയും. മകളെ കണ്ടുള്ളിടിഞ്ഞു ഗുരുവോടോതി മന്നവൻ സങ്കല്പത്തെറ്റ് ഈ വിധത്തിൽ വരുവാൻ എന്തുവാൻ പ്രഭോ. ഹോതാവിൻ കർമ്മവൈഷമ്യം ധ്യാനത്താൽ കണ്ടു ശംഭുവേ പ്രാപിച്ചു ശരണം പുംസ്ത്വം ഇളയ്ക്കർത്ഥിക്കുവാൻ ഗുരു. ശ്രീ ശിവാനുഗ്രഹത്താലും തപസ്സിന് ശക്തിയാലുമേ ലോകം കാൺകെ തന്നെ ഇളയ്ക്കുണ്ടായി പുരുഷത്വവും സംസ്കാരവും ചെയ്തു ഗുരു സുദ്യുമ്നാഖ്യയുമേകിനാൻ. ഹരേ. ആറുകൾ കാഴി പോൽ വിദ്യകൾക്ക് സങ്കേതമായി സുതൻ നല്ലോണം വിദ്യയൊക്കെ പഠിച്ചു. സുദ്യുമ്നൻ എന്നാണ് പേരിട്ടത്. ആദ്യം ഇള എന്ന് പേരിട്ടു, പിന്നെ സുദ്യുമ്നനായി. കാലക്രമത്തിൽ താരുണ്യം അങ്കുരിച്ചു കുമാരനിൽ. വേട്ടയ്ക്കായി ഒരു നാൾ കാട്ടിൽ അവൻ പോയാൻ ഹയോപരി.
ചുറ്റിത്തിരിഞ്ഞു കാട് ഓരോന്നിലും സാനുഗനായി നൃപൻ. ഹിമാദ്രി സാനുവിൽ കാട്ടിലേറി യോഗത്തിനാലവൻ. അപർണയാം ഭാര്യയൊത്ത് പണ്ടെന്നോ ഭഗവാൻ ശിവൻ രമിച്ചുവാണു പോലിങ്ങു ദേവദേവൻ പ്രഹൃഷ്ടനായി. ശിവനെ കാണുവാൻ മോഹം പൂണ്ടേ താൻ മുനിമാർ തഥാ അങ്ങണഞ്ഞപ്പോഴവരെ കണ്ടു നാണിച്ചു പാർവതി. സനകാദി മഹർഷിമാർ വന്നു എന്നാണ് പറഞ്ഞത്. അവർ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് വിഷമമായി തോന്നിയത്. കാരണം ഈ സമയത്ത് തങ്ങൾ ചെല്ലാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അവർ മടങ്ങിപ്പോയി നേരെ വൈകുണ്ഠത്തിലേക്കാണ് പോയത്. പക്ഷേ പാർവതി ലേശൊരു വിഷമിച്ചു. ഇവിടെ ഇനി സ്ത്രീകൾ മാത്രമേ പാടുള്ളൂ, അഥവാ പുരുഷന്മാർ വരാച്ചാൽ അവർ സ്ത്രീകളാവണം എന്ന് പറഞ്ഞു. അത് ഭഗവാൻ മഹാദേവൻ അനുഗ്രഹിച്ചു കൊടുക്കുകയും ചെയ്തു. അതിന് ഇളാവൃതം എന്നാണ് പറയുക. അവിടെ ആരും പുരുഷന്മാർ ചെല്ലാറില്ല, അവരൊക്കെ സ്ത്രീകളായിട്ട് മാറും. അറിയാണ്ടാണ് ഈ സുദ്യുമ്നനോടെ ചെന്നത് പെണ്ണായത്. ആ രണ്ടുപേരെയും ക്രീഡ ആസക്തരായി കണ്ടു താപസർ. തിരിച്ചു വൈകുണ്ഠഗേഹം ഗമിച്ചാർ സംശിതവ്രതർ. പ്രിയവ്രതൻ തൻ പ്രിയതൻ പ്രിയമാരാഞ്ഞോ ശിവൻ ആ കാടിനെ തഥാ ശപിച്ചാൻ. ഇന്ന് തൊട്ടിങ്ങു വരുവോ സ്ത്രീകളായി വരും. അന്ന് തൊട്ടി കാട് വർജിക്കയാം പുരുഷരൊക്കെയും. അങ്ങേറവേ പെൺമണിയായി തീർന്ന സുദ്യുമ്നൻ അശ്വവും തൻ കൂട്ടരും സ്ത്രീകളായി പോയെന്നു കണ്ടമ്പരന്നുതേ. കാടുതോറും സഞ്ചരിച്ചാൽ പിന്നെ അമ്മടവാർമണി. ബുധാശ്രമോപാന്തത്തിങ്കൽ എത്തിനാളവളെ ഗത. തടിച്ചുയർന്ന കാർ കൊങ്ക ബിംബോഷ്ടം കുന്തദന്തവും തണ്ടാർമിഴികളും പൂണ്ടോര സൗഭാഗ്യത്തിടമ്പിനെ കണ്ട് മാമ്പൂശരൻ തന്നമ്പേറ്റു മോഹിച്ചു പോയി ബുധൻ. കാമിച്ചാളവളും ചന്ദ്രപുത്രനാമ കുമാരനെ രമിച്ചു വാണാൾ. ബുധനൊത്തങ്ങുതാൻ പിന്നെ സതി. പിന്നെ പുരൂരവസ് എന്ന പുത്രനെ സോമനന്ദനൻ ജനിപ്പിച്ചാനങ്ങവളിൽ മിത്രാവരുണ സംഭവ. ഏവം ആണ്ടുകൾ ഒട്ടേറെ തീർന്നപ്പോൾ അവളെ കഥ ഓർമ്മിച്ചാൾ തൻ പൂർവവൃത്തം അഴലിൽ പെട്ടിതാകയാൽ. വസിഷ്ഠഗുരുവിൻ ആശ്രമത്തിൽ ചെന്നു നമിച്ചുടൻ അർത്ഥിച്ചാൾ അവൾ തൻ പുംസ്തും വാർത്തയും സർവമോദിനാൾ. കാര്യമെല്ലാം ഗ്രഹിച്ചാശു വെള്ളി മാമല പുക്കവൻ പൂജിച്ചു വാഴ്ത്തി ശിവനെ ഭക്തിയൂറുന്ന ഹൃത്തുമായി. ശിവനെ വസിഷ്ഠൻ സ്തുതിക്കുന്നതായിട്ട് നല്ല സ്തുതിയാണ്. വസിഷ്ഠൻ കബർദിയായി ശങ്കരനായി തിങ്കൾ കീരണി മൗലിയായി പാതിമയ്യാൽ ഗിരിജയാം ശ്രീ ശംഭുവേ വണങ്ങിടാം. മുക്തികൾ ഭക്തർക്കു നൽകും ശ്രീ നീലകണ്ഠനെ രജതാദ്രിയിൽ വാഴുന്ന സുഖതൻ മൃഡനെ തൊഴാം. പ്രപന്നർത്തൻ ഭീതി പോക്കും ശിവരൂപൻ വൃഷധ്വജൻ ശിവൻ ശരണ്യൻ പരമാത്മാവിനെ കൈതൊഴാം. സൃഷ്ടിസ്ഥിതിലയങ്ങൾക്കായി മൂർത്തിത്രയവുമാകുവോൻ വേദാധിദേവൻ വരദൻ പുരാരിയെ നമിച്ചിടാം. യജ്ഞസ്വരൂപ ഭഗവൻ ഫലദായക കൈതൊഴാം. സൂര്യേന്ദു ശിഖിനേത്ര ശ്രീ ഗംഗാധര നമോസ്തുതേ. ഏവം സ്തുതിക്കെ പ്രാദുർഭവിച്ചു ഭഗവാൻ ശിവൻ കാളപ്പുറത്ത് അംബികയുമൊത്ത് കോടി രവിപ്രഭൻ. ഹര നമ പാർവതീപതേ ഹര ഹര മഹാദേവ. ശ്രീ ശിവപാർവതിമാരേ ശരണം. ശ്രീ മഹാദേവ്യേ നമ. കൈലാസാഭൻ തിങ്കൾ മൗലിയാമാ മുക്കണ്ണനിങ്ങനെ പ്രസന്നനായോതി വീണു തൊഴും അമ്മുനി തന്നോടായി. ശ്രീ ഭഗവാൻ ശിവൻ പറഞ്ഞു, വിപ്രർഷേ നീ വരിച്ചാലും മനോഭിരക്ഷിതം വരം. തഥാ കുമ്പിട്ടിളാ പുംസ്തം അഭ്യർത്ഥിച്ചാൻ മുനീശ്വരൻ. സന്തുഷ്ടനായോതി തഥാ ഭഗവാൻ മാസമൊന്നവൻ പുമാനായും മാസമൊന്ന് നാരിയായും ഭവിച്ചിടും. ശംഭുവോടി വരം വാങ്ങി നമിച്ചു ജഗദംബയെ. വരം നൽകാൻ തയ്യാർ നിൽക്കും മഹേശ്വരിയെ അമ്മുനി. കോടി തിങ്കൾ കതിരൊളി തൂകുമാ സ്മിതഭൂഷയെ പൂജിച്ചു വാഴ്ത്തി എന്നെന്നും പുംസ്തും നൽകാനിളയ്ക്കവൻ. വെൽഗദേവി മഹാദേവി ഭക്ത അനുഗ്രഹകാരിണി. വെൽഗ സർവസുരാരാധ്യേ വെൽഗ സർവഗുണാലയേ. തൊഴാം നമിക്കാം ദേവേശി ശരണാഗത വത്സലേ. വെൽഗ ദുർഗേ ദുഃഖഹന്ത്രി ദുഷ്ടദൈത്യനിഷൂദിനി. ഭക്തിഗമ്യേ മഹാമായേ കൈതൊഴാം ജഗദംബികേ. ഭവാബ്ധിത്തോണിയാം കാൽത്താരെഴുന്ന ഭുവനേശ്വരി. ബ്രഹ്മാദ്യരാമീശ്വരരും നിൻ കഴൽത്താർ ഭജിക്കയാൽ. സൃഷ്ടിസ്ഥിതിലയങ്ങൾക്കും ശക്തരായി തീർന്നിതംബിക. കനിഞ്ഞാലും ചതുർവർഗദാത്രിയാം പരമേശ്വരി. നിന്നെ വാഴ്ത്താൻ ആർക്കു സാധ്യം കേവലം പ്രണമിപ്പു ഞാൻ. ശ്രീ മഹാദേവ്യേ നമ. വസിഷ്ഠമുനി വണ്ണം ഭക്തിയാ വാഴ്ത്തിയൊരാക്ഷണം പ്രസന്നയായി തീർന്ന ദുർഗാദേവിയാമപ്പരാൽപര. നമിപ്പോർ കാർത്തിപോക്കും ശ്രീദേവി ചൊന്നാളനന്തരം. സുദ്യുമ്നഗേഹത്തിൽ ചെന്നെൻ പൂജ ചെയ്യുക സാദരം. കേൾപ്പിക്ക സുദ്യുമ്നനെ നീ ദേവി ഭാഗവതം മുനെ. നാളൊമ്പതാല പുരാണം എനിക്കേറ്റം പ്രിയങ്കരം. ശ്രീ മഹാദേവി നമ.
കേട്ടാൽ താൻ പുംസ്തമെന്നെന്നും അവനുണ്ടായി വന്നിടും. ഏവമോതിമറഞ്ഞാള ശിവയും ശിവനും തഥാ വസിഷ്ഠനാദിക്കു നോക്കി കുമ്പിട്ടാശ്രമമാർന്നുടൻ സുദ്യുമ്നനെ വിളിച്ചോതി ദേവി പൂജ നടത്തുവാൻ. കന്നിയിൽ സിതപക്ഷത്തിൽ ദേവിയെ പൂജ ചെയ്തുടൻ കേൾപ്പിച്ചു നവരാത്രങ്ങൾ കൊണ്ട് ഭാഗവതം മുനി. ശ്രീമൽ ഭാഗവതം ഭക്തിപൂർവം കേട്ടാശുമന്നവൻ കുമ്പിട്ടർപ്പിച്ചു ഗുരുവേ നേടി പുംസ്ത്വം നിരന്തരം. സിംഹാസനത്തിൽ അവനെ അഭിഷേചിച്ചു മാമുനി നാട്ടാരെ പ്രീണനം ചെയ്തു വാണാൻ ധർമ്മിഷ്ഠനായ നൃപൻ. ശ്രേഷ്ഠ ദക്ഷിണയോടൊത്തു ചെയ്താൻ വിവിധ യജ്ഞവും മക്കൾ കേൾപ്പിച്ചു നാടാർന്നാൻ ദേവീ സാലോക്യവും നൃപൻ. സകലവുമിഹ ചൊന്നേൻ വിപ്രരേ സേതിഹാസം മനുജനിതു പഠിച്ചാൽ ഭക്തിപൂർവം ശ്രവിച്ചാൽ ഭഗവതി കനിവാർന്നിഷ്ടമെല്ലാം അണയ്ക്കും നിജപദവും അമേയം സൗഖ്യവും പിന്നെ നൽകും. ശ്രീ സ്കന്ദപുരാണത്തിലെ മാനസഖണ്ഡത്തിലെ ദേവി ഭാഗവത മഹാത്മ്യം 3-ാം അധ്യായം സമാപ്തം. 190 ശ്ലോകം ഇപ്പോൾ കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് അടുത്ത എപ്പിസോഡിൽ പറയാം. ഒരു 3 അധ്യായം ശരാശരി വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു 200 ശ്ലോകം ശരാശരി വെച്ചുകൊണ്ട് ഈ ദേവി ഭാഗവത പാരായണം സമർപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ശ്രീ മഹാദേവേ നമഃ. പാരായണം മാത്രമേ ഉള്ളൂ.